സൗദി രാജകുമാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കോടികളുടെ സ്വത്തും ആഡംബര ജീവിതവും നയിച്ച സൗദി രാജകുമാരൻ ലഹരിക്കടിമയായിരുന്നെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലണ്ടനിലെ കെൻസിംഗ്ടണിലുള്ള പഞ്ചനക്ഷത്ര മാരിയറ്റ് ഹോട്ടലിൽ കഴിഞ്ഞ നവംബറിലാണ് സൗദി രാജകുടുംബാംഗത്തിന്റെ മരണം സംഭവിക്കുന്നത്. 29 വയസ്സ് മാത്രം പ്രായമുള്ള അബ്ദുള്ള ബിൻ ഫഹദ് ബിൻ അബ്ദുള്ള ബിൻ അബ്ദുൾ അസീസ് ബിൻ ജലവി അൽ സൗദിന്റെ മരണം ലഹരി മരുന്നുകളുടെയും മദ്യത്തിന്റെയും മാരകമായ ഉപയോഗത്തെ തുടർന്നാണെന്നാണ് കണ്ടെത്തൽ. മദ്യം, GHB, സനാക്സ് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ മാരകമായ ഉപയോഗം മരണകാരണമായി. പ്രതിദിനം 65,000 രൂപ വാടകയുള്ള ഹോട്ടലിലെ 5ാം നിലയിലെ മുറിയിലാണ് സൗദി രാജാവ് താമസിച്ചിരുന്നത്. ഹോട്ടൽ ജീവനക്കാരനാണ് ശുചിമുറിയിൽ രാജകുമാരനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. ബ്രിട്ടനിലെ നിയമപരമായ പരിധിയുടെ 3 ഇരട്ടിയോളം മദ്യത്തിന്റെ സാന്നിധ്യം രാജകുമാരന്റെ രക്തത്തിൽ കണ്ടെത്തി. 100 മില്ലി ലിറ്ററിൽ 222 മില്ലിഗ്രാം മദ്യത്തിന്റെ സാന്നിധ്യമാണ് ഉണ്ടായിരുന്നത്. ഈ അളവ് ഒരാളെ ബോധക്ഷയത്തിലേക്കും കോമയിലേക്കും നയിക്കാൻ കാരണമാകും. മദ്യത്തിനൊപ്പം പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന ഗാമ ഹൈഡ്രോക്സിബ്യൂട്രേറ്റ്, കഞ്ചാവ്, വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും ഉപയോഗിക്കുന്ന സനാക്സ് എന്നിവയുടെ വലിയ അളവിലുള്ള സാന്നിധ്യവും ശരീരത്തിലുണ്ടായിരുന്നു. ഇവയുടെ പ്രവർത്തനം മൂലമുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണത്തിന് കാരണം. മാസങ്ങൾക്ക് മുൻപ് മദ്യാസക്തിക്കും ഉത്കണ്ഠ രോഗങ്ങൾക്കും രാജകുമാരൻ ചികിത്സ തേടിയിരുന്നു. ലണ്ടനിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലായിരുന്നു ചികിത്സ. 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഡിറ്റോക്സിഫിക്കേഷൻ ചികിത്സയാണ് നടത്തിയത്. ചികിത്സയിലൂടെ മദ്യം, ബെൻസോഡയാസെപൈനുകൾ, പെഗ്രബാലിൻ തുടങ്ങിയ മരുന്നുകളിൽ നിന്ന് മുക്തി നേടിയിരുന്നു. ഒക്ടോബറോടെ പൂർണ്ണമായും ലഹരിമുക്തനായതായി റിപ്പോർട്ടുകളുണ്ട്. നവംബറിൽ ഒരാഴ്ചത്തെ താമസത്തിനായാണ് ലണ്ടനിലെ ഹോട്ടലിലെത്തിയത്. എന്നാൽ രാത്രിയിൽ മദ്യത്തിന്റെയും ലഹരി മരുന്നുകളുടെയും മിശ്രിതം ഉപയോഗിച്ചതാണ് മരണകാരണം. ലഹരി വിമുക്ത ചികിത്സയ്ക്ക് ശേഷവും ലഹരി ഉപയോഗം തുടർന്നതായാണ് കണ്ടെത്തിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.